നമസ്തേ, ഞാൻ ഡോക്ടർ നന്ദിനി. കർക്കിടക മാസത്തിൽ എന്തുകൊണ്ടാണ് ആയുർവേദത്തിൽ ഇത്ര പ്രത്യേകത എന്ന് നോക്കാം. കർക്കിടക മാസം എന്ന് പറയുമ്പോൾ മഴക്കാലമാണ്. നല്ല ചൂടുകാലത്തിന് ശേഷം, വേനൽക്കാലത്തിന് ശേഷം മഴക്കാലം വരുമ്പോൾ അന്തരീക്ഷത്തിന് തണുപ്പായിരിക്കും. ആ ഒരു അന്തരീക്ഷത്തിലെ മാറ്റങ്ങൾ നമ്മുടെ ശരീരത്തിലും ബാധിക്കുന്നുണ്ട്. അഗ്നിബലം, അതായത് ദഹനശേഷി കുറവായിരിക്കും, ശരീരബലം കുറഞ്ഞിരിക്കും, രോഗപ്രതിരോധ ശേഷിയൊക്കെ കുറഞ്ഞിരിക്കുന്ന ഒരു സമയമാണ്. വാതരോഗങ്ങൾ അധികമായിട്ട് കാണുന്ന സമയമാണ്. കർക്കിടക ചികിത്സയായിട്ട് നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് എന്തെല്ലാം ചെയ്യാൻ നോക്കാം. നമുക്ക് ധന്വന്തരം കഷായം, ചുവന്നരത്ത കഷായം, ഇന്ദുകാന്തം കഷായങ്ങളൊക്കെ നമുക്ക് ഒരു വാതപിത്ത കഫ ശമനങ്ങളായിട്ട് ഉപയോഗിക്കാവുന്ന കഷായങ്ങളാണ്. നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിനും നല്ലതാണ്. പിന്നെ ചവനപ്രാവശ്യം, അശ്വഗന്ധ രസായനം, ബ്രഹ്മരസായനം ഒക്കെ നമ്മുടെ ഒരു ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാൻ, രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും ആരോഗ്യ സംരക്ഷണത്തിനും നല്ലതാണ്. കർക്കിടക ചികിത്സ ചെയ്യുന്നതിനൊക്കെ മുന്നേ നമ്മൾ വയറ് ശുദ്ധീകരിക്കുന്നതിന് അവിപത്തി ചൂർണം, ത്രിഫല ചൂർണം, ബാലസുധയൊക്കെ കഴിക്കാം. കഴിക്കുന്ന മരുന്നുകൾ നമ്മുടെ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യാൻ സഹായിക്കും. നമ്മൾ കഴിക്കുന്ന മരുന്നുകളും ആഹാരവും നമ്മുടെ ശരീരത്തിൽ പെട്ടെന്ന് ആഗിരണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വയറ് ശുദ്ധീകരിക്കുന്നത്. ആഹാരത്തിൽ പ്രധാനമായിട്ടും ഔഷധക്കഞ്ഞി തന്നെയാണ് പറയുന്നത്. കർക്കിടക കഞ്ഞി കഴിക്കുന്നതിനെ കുറിച്ചിട്ട് ഒരുപാട് സംശയങ്ങളുണ്ട്. അതിലൊന്ന്, എത്ര ദിവസം വരെ കഴിക്കാം? നമുക്ക് കർക്കിടക മാസം മുഴുവൻ കഴിക്കുന്നത് വളരെ ഉത്തമമാണ്. അല്ലെങ്കിൽ 7 ദിവസമോ 10 ദിവസമോ 14 ദിവസമായിട്ട് കഴിക്കാം. അതുപോലെ തന്നെ നമുക്ക് ഈ കർക്കിടക മാസം മാത്രമല്ല കഴിക്കാൻ പറ്റുക ഔഷധക്കഞ്ഞി. മഴയുള്ള സമയത്ത്, അന്തരീക്ഷത്തിൽ തണുപ്പുള്ള സമയങ്ങളിലൊക്കെ നമുക്ക് ഔഷധക്കഞ്ഞി കഴിക്കാവുന്നതാണ്. ഇപ്പോൾ മാർക്കറ്റിൽ ഒരുപാട് ഔഷധക്കഞ്ഞി കിറ്റുകൾ അവൈലബിൾ ആണ്. അതിലൊന്നാണ് നമ്മുടെ ലീഫ് ആൻഡ് റിലീഫിൻ്റെ കർക്കിടക ഔഷധ കഞ്ഞിക്കുട്ട്. കർക്കിടക കഞ്ഞി എത്തിയില്ല. കർക്കിടക കഞ്ഞിനെ പറ്റി പറഞ്ഞപ്പോൾ കർക്കിടക കഞ്ഞി തയ്യാറാക്കി കൊണ്ടുവന്നു. നമ്മുടെ കമ്പനിയിൽ കർക്കിടക 1 മുതൽ 30 ദിവസം കമ്പനിയിലത്തെ സ്റ്റാഫുകൾക്ക് കർക്കിടക കഞ്ഞി തയ്യാറാക്കി കൊടുക്കുന്നുണ്ട്. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും കർക്കിടക കഞ്ഞി കിറ്റ് എങ്ങനെയാണ് പാക്കിംഗ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊരു വീഡിയോയിൽ കാണാം. ഇങ്ങനെ 7 പാക്കറ്റുകളായിട്ടാണ് കർക്കിടക കഞ്ഞിക്കൂട്ട് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിലിപ്പോൾ ഒരു പാക്കറ്റിൽ ഇതിപ്പോൾ നവരേരിയാണ്, ഇത് മരുന്ന് പൊടിയാണ്, ഇത് ഉലുവയും ആശാലയും മിക്സ് ആക്കിയിട്ടാണ് നമ്മൾ പാക്ക് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ 3 പൗച്ചുകളിലായിട്ടാണ് ഒരു കവറിൽ നമുക്ക് ഉണ്ടാവുക. ഇത് കുടുംബത്തിലെ 2 പേർക്ക് കഴിക്കാവുന്ന രീതിയിൽ അളവിലാണ് നമ്മളിത് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ കൂടുതൽ ആൾക്കാർക്ക് കഴിക്കണമെങ്കിൽ വെച്ചാൽ 1 പാക്കറ്റോ 2 പാക്കറ്റോ കൂടി നമുക്ക് എടുക്കാം. കഞ്ഞിക്കുട്ടിൻ്റെ ഒരു പാക്കറ്റിൽ നമ്മുടെ ഈ ഒരു കഞ്ഞിക്കുട്ടിൽ എന്തൊക്കെ ചേരുവകളാണ് പ്രധാന ചേരുവകൾ എന്നുള്ള ഡീറ്റെയിൽസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 30-32 മരുന്നുകൾ നമ്മൾ ഔഷധ ചൂർണത്തിൽ ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിന് മറുവശത്തായിട്ട് ഈ ഔഷധക്കഞ്ഞി എങ്ങനെ തയ്യാറാക്കുന്ന വിധവും നമ്മൾ വളരെ കൃത്യമായിട്ട് ഇതിൽ എഴുതിയിട്ടുണ്ട്.